10 കൊല്ലം പിണറായി ഭരിച്ചപ്പം സുധീരൻ കടന്നുറങ്ങുകയായിരുന്നു, അല്ലേ? ഉറക്കം നടിക്കുകയായിരുന്നു. ഒരു തവണ പോലും പിണറായി വിജയന്റെ മദ്യനയത്തിനെതിരെ ചെറുവിരൽ പോലും അനക്കാത്ത ഈ കപട ആദർശശാലി, അങ്ങനെ തന്നെ പറയാം, കപട ആദർശശാലി ഇപ്പം വി ഡി സതീശനെതിരെ കുത്തിത്തിരിപ്പുമായി രംഗത്തിറക്കിയിരിക്കുകയാണ്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക, കേട്ടില്ലേ? ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പണിയാണ് ഈ വി എം സുധീരൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, എത്രയും പെട്ടെന്ന് ഈ വിഷജന്തുവിനെ നിങ്ങൾ തൂക്കി പിടിച്ചെടുത്ത് എറിയണം കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നു, ഇയാൾ ഒറ്റുകാരനാണ്. വി ഡി സതീശന്റെ ഈ മന്ത്രിസഭയെ നിലം പതിപ്പിക്കാൻ വേണ്ടിയിട്ട് സി പി എം ഇറക്കിയ സി പി എമ്മിന്റെ ചാരനാണ് ഇയാള്. പണ്ട് നേരത്തെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് യഥാർത്ഥത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് ആയിരുന്നില്ല കേട്ടോ. വി എസിനെക്കാളും മുന്നിലായിരുന്നു ഇയാള്. വി എസിന് 2ാം സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ. വി എസിനെക്കാളും മുന്നിലാണ് ഇയാള്. ഇതേപോലെ ഇപ്പം പിണറായി ഏറ്റവും ദുർബലനായ പ്രതിപക്ഷ നേതാവാണ്, അറിയാലോ. പിണറായി ഏറ്റവും ദുർബലനായ പ്രതിപക്ഷ നേതാവ് ഇരിക്കുമ്പോ വി എം സുധീരനാണ് ഇപ്പൊ പ്രതിപക്ഷ നേതാവ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിണറായി മിക്കവാറും അടുത്ത് രാജിവെക്കും. പിണറായിക്ക് അടുത്ത് രാജിവെക്കേണ്ടി വരും. കാരണം ഇപ്പൊ ഇത് വീണ വീണ്ടും ഇ ഡിക്ക് മുന്നിലേക്ക് പോയിട്ടുണ്ടല്ലോ. 29-ാം തീയതി ആയിരുന്നു വീണയെ രണ്ടാമതും ഇ ഡി വിളിപ്പിച്ചിരുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ വീണ പറഞ്ഞു 29 വരെ കാത്തിരിക്കേണ്ട, ഞാൻ അതിന്റെ മുമ്പ് തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് അതിന് നേരത്തെ തന്നെ ചാടിക്കറിയാണ്ട് പോയിട്ടുണ്ട്. അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ മാപ്പേ എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും. എന്ന് പറഞ്ഞ് 29 വരെ കാത്തിരിക്കേണ്ട, അതിന് മുമ്പ് തന്നെ ഞാൻ വരാം എന്ന് പറയുന്ന നേരത്തെ ഈ ഇ ഡി ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇഷ്ടികെടുത്ത് കണ്ട് അടിച്ചു പൊട്ടിച്ച് അവരുടെ തലമണ്ടടിച്ച് പൊട്ടിച്ചതല്ലേ. അപ്പൊ അതിനോടുള്ള ഇ ഡിക്കാരുടെ കലിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി എന്താ പറയാ, നിങ്ങളുടെ എല്ലാ ചോദ്യം ചെയ്യലും ഞാൻ വിധേയായിക്കൊള്ളാം, ഞാൻ വളരെ അനുസരണശീലയാണ് എന്നൊക്കെ രീതിയിൽ ഒരു അഭിനയം കാഴ്ചവെച്ചുകൊണ്ടാണോ വീണ പോയതെന്ന് അറിയില്ല. മറ്റൊന്ന് വേറെ ചില ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 134 രേഖകൾ ഉണ്ടല്ലോ, SFIO എന്ന് കിട്ടിയ 134 രേഖകൾ ഈ ഇ ഡി ഉദ്യോഗസ്ഥന്മാർ പഠിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ 29-ാം തീയതി ചോദ്യം ചോദിച്ച ആകെ അപകടത്തിലാവും. അതിന്റെ മുമ്പ് തന്നെ ഇവർ മര്യാദയ്ക്ക് ഇതൊക്കെ നിന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ വീണാണ്ട് ഹാജരായതാണ് എന്നാണ് മറ്റൊന്ന് പറയുന്നത്. എന്തായാലും വീണ ഇപ്പൊ 29-ാം തീയതി ഹാജരാകുന്നതിന് പകരം ഇന്ന് ഹാജരായി കഴിഞ്ഞാലും വീണക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല. കാരണം SFIOയുടെ 134 രേഖകളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വീണ തന്നെ പറയുന്നുണ്ട്, ഞാനൊരു സേവനവും നടത്തിയിട്ടില്ല, ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്റെ അച്ഛന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും വളരെ കൃത്യമായി വീണയുടെ മറുപടികളിൽ നിന്ന് ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാക്കാം വീണ ചെയ്തത് മുഴുവനും പിണറായി വിജയന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെതിരെ ഇ ഡി അടുത്ത സമൻസ് വരും. ഉറപ്പിച്ചോ അടുത്ത സമൻസ് വരുന്ന പിണറായി വിജയന് പ്രശ്നമൊന്നുമില്ല. പിണറായി വിജയനെ ഇ ഡി കൊണ്ടായാൽ ആ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വി എം സുധീരനുണ്ട്. അതിനുള്ള മൂപ്പർക്ക് തയ്യാറാണ്. പാടുന്നേ, ചിരിക്കേണ്ടത് നിങ്ങൾ. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇയാള് സി പി എമ്മിൽ ചേർന്നു എനിക്ക് തോന്നുന്നത്. വി എം സുധീരൻ സി പി എമ്മിൽ ചേർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പഴയ പോലെ ഒന്നല്ലല്ലോ. നമ്മളെ ഇയാള് എന്താ പറയാ, കെ ടി ജലീലും ഭാര്യയും ഒരൊറ്റ ദിവസം കൊണ്ട് സി പി എമ്മിൽ ചേർന്ന പോലെ. പണ്ടൊക്കെ സി പി എമ്മിൽ ചേരുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനത്തൊന്നും കൊടുക്കില്ല, അതിനൊരുപാട് ക്രമപ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. അപ്പൊ അങ്ങനെ നേരിട്ട് ചെന്ന് കാണാൻ തന്നെ എഴുതി തരും അംഗത്വം. അപ്പൊ സുധീരൻ സി പി എമ്മിലാണ്. ഇപ്പൊ അതാണ് നമുക്കിപ്പോ ഈ 21-ാം തീയതിയിലെ ഈ പോസ്റ്റും ഇന്ന് പത്രക്കാരോട് പറഞ്ഞതും വെച്ച് നോക്കുമ്പോ പിണറായി വിജയനേക്കാൾ കൂടുതൽ കലിപ്പ് സുധീരനാണ്. ഇയാളെ മാറ്റണം. ആരെ? വി ഡി സതീശൻ മന്ത്രിസഭയെ അട്ടിമറിക്കണം, ഈ കോൺഗ്രസ് മന്ത്രിസഭയെ അട്ടിമറിക്കണം, UDF മന്ത്രിസഭയെ അട്ടിമറിക്കണം, എന്നിട്ട് വീണ്ടും സി പി എമ്മുകാരെ അധികാരത്തിൽ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം പിണറായി വിജയനേക്കാൾ, അപ്പം ഗോവിന്ദനേക്കാൾ, മരുമോനേക്കാൾ ഒക്കെ ഉള്ളത് ആർക്കാണ്? വി എം സുധീരനാണ്, ഒരു സംശയമില്ല. അപ്പോ പിണറായി വിജയനെ ഇ ഡി തൂക്കിയാൽ പകരം റിയാസ് ആ കസര കണ്ടിരിക്കണ്ട കേട്ടോ, വേണ്ട. അവിടെ നമുക്ക് നല്ലത് സുധീരൻ തന്നെയാണ്. സുധീരന് ഇരുന്ന് കഴിഞ്ഞാട്ടല്ലോ, സുധീരൻ വി ഡി സതീശനെ ഒരു വഴിക്കാക്കിക്കോളും. ഇങ്ങനത്തെ ഈ കോൺഗ്രസിനോട് നമുക്കുള്ള സ്നേഹം പോയി പോകുന്ന ഇങ്ങനെയാണ് കേട്ടോ. ഇമാതിരി കുറെ കാലമാടന്മാരുണ്ട് അല്ലേ, വിഷജീവികളുണ്ട്. പുറത്ത് എന്തൊരു ആദർശശാലികളല്ലേ വി എം സുധീരൻ. എന്തൊരു ആദർശശാലി. നേരത്തെ ഇതേപോലെ ഒരു ആദർശശാലി ഉണ്ട്, എ കെ ആന്റണി. ഇയാളാണ് പണ്ട് ചാരായം നിരോധിച്ച് ജനങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിയത്. എടോ, ഈ കാലം മാറുകയാണ്. ഈ സുധീരനൊന്നും മനസ്സിലാവാത്തതാണ്. കാലം മാറുകയാണ്. നിങ്ങളിപ്പോഴും ഈ പഴഞ്ചൻ വിശ്വാസം അനുസരിച്ച് ശരി മഹാത്മാഗാന്ധിജിയുടെ മദ്യ നിരോധനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കേരളത്തിൽ മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഒന്ന് ആലോചിച്ച് നോക്കി.
കേരളത്തിൽ നിങ്ങൾക്ക് നാളെ ഇപ്പൊ എം പി രാജേഷ് പത്രസമ്മേളനം നടത്തിയിട്ട് വെല്ലുവിളിക്കാണ് സതീശനെ. എം പി രാജേഷ് പുതിയ വെല്ലുവിളിയാണ്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ എന്നാണ് പൂട്ടിക്കളി ഇവര് തുറക്കും. അതായത് പണ്ടത്തെ 29 ബാർ 905 ആക്കും ആര് എൽ ഡി എഫ് ഭരണത്തിൽ നിന്ന് പോയാൽ വെല്ലുവിളിയാണ്. നിങ്ങളാണ്ട് പൂട്ടിക്കളി, ഞങ്ങൾ തുറക്കും, നിങ്ങൾ പൂട്ടിക്കളി. ഇവര് ഈ എൽ ഡി എഫുകാരുള്ള വ്യവസായശാലകൾ മുഴുവനും പൂട്ടിക്കും അല്ലേ? വ്യവസായശാലകൾ മുഴുവനും ഇവർ പൂട്ടിക്കും, പക്ഷെ മദ്യശാലകൾ തുറക്കും. എന്നിട്ട് വെല്ലുവിളിക്കാണ് സതീശനെ. നിങ്ങൾ ഈ തുറന്ന പാറയ്ക്കാണ് പൂട്ടിക്കളി. ധൈര്യം ഉണ്ടോ? അപ്പോ എം പി രാജേഷിനെക്കാളും എം പി രാജേഷ് പിന്നെ എന്ത് പറഞ്ഞാലും ആൾക്കാർക്ക് അത്രയും വിലയുള്ളൂ. കാരണം ഇയാള് തോറ്റവനായ ഒരു ലോകതോൽവിയായ ഇയാൾ പറയുന്നത് ഒന്നും ജനങ്ങൾ കാര്യമായിട്ട് എടുക്കില്ല. പക്ഷേ വി എം സുധീരൻ അങ്ങനെയല്ല. വി എം സുധീരൻ ഒരുപാട് ജനങ്ങളുടെ ഇടയിൽ ഇയാൾ എന്തോ ഒരു ആദർശശാലിയാണെന്നൊക്കെയാണ് പലരുടെയും വെപ്പ്. ഇയാളുടെ ഉള്ളിലുള്ള കുടിലത, ഇയാളുടെ ഉള്ളിലുള്ള ഈ പറയുന്ന വിഷം പലർക്കും തിരിച്ചറിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു വി ഡി സതീശൻ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റിട്ട് ഈ മനുഷ്യനെ കാണാനായിട്ട് പോയത് ഇയാൾ അനുഗ്രഹിച്ചെന്നൊക്കെയാണ് പറയുന്നത്. എന്ത് അനുഗ്രഹമാണ്? പണ്ടാറടങ്ങിപ്പോട്ടെ അനുഗ്രഹിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അതായിരിക്കും, പണ്ടാറടങ്ങിപ്പോട്ടെ എന്നെ ഞാൻ ശരിയാക്കി തരടാ, ഉമ്മൻചാണ്ടിയെ ഞാൻ ശരിയാക്കി പോലെ നിന്നെയും ശരിയാക്കി തരടാ എന്നായിരിക്കും വി എം സുധീരൻ മനസ്സിൽ കരുതിയത് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഏതായാലും ഭാവിയല്ല തുടങ്ങിക്കഴിഞ്ഞു മൂപ്പര്. വി എം സുധീരൻ അങ്ങനെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിണറായിയെ ഇ ഡി തൂക്കിയാൽ പകരം വി എം സുധീരൻ പ്രതിപക്ഷ നേതാവാകും. അതിനുള്ള തയ്യാറെടുപ്പുകൾ വി എം സുധീരൻ 21-ാം തീയതി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇന്ന് പത്രക്കാരോട് തുറന്നടിച്ചതിലൂടെ വി എം സുധീരൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി വി എം സുധീരനും വി ഡി സതീശനും തമ്മിലുള്ള യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. വി ഡിയെ ഉമ്മൻചാണ്ടിയെ പോലെ അങ്ങനെ വിഡ്ഢിയാക്കാൻ പറ്റില്ല. കാത്തിരുന്ന് കാണാം. കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ വളരെ കൃത്യമായി ഈ മദ്യത്തിന്റെ, പ്രത്യേകിച്ചും വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ ഉയർന്ന ആശങ്കകൾക്ക് കൃത്യമായ മറുപടി നിയമസഭയിൽ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയും ആ പ്രതിപക്ഷത്തിരിക്കുന്ന മുഴുവൻ ആളുകളെയും അടിച്ചിരുത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ വീര്യം കുറഞ്ഞ മദ്യം ആ ഒരു വിഭാഗം സൃഷ്ടിച്ചത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരായിരുന്നു. അതല്ലാതെ യു ഡി എഫ് കൊണ്ടുവന്ന അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഒരു നയമായിരുന്നില്ല വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളത്. അത് ബക്കാർഡി കമ്പനിക്കാരുടെ ആവശ്യത്തെ തുടർന്ന് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ എം വി ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരുന്ന കാലത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് ഒരു നിർവചനം നൽകാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു. അത് ഈ ബക്കാർഡി കമ്പനിയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ വീര്യം കുറഞ്ഞ മദ്യം എന്താണ്, എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു നിർവചനം, അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷനൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകുന്നു. അത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് കേരളത്തിൽ ചുവന്ന പരവതാനി വിരിച്ചത് ആദ്യമായിട്ട് എം വി ഗോവിന്ദനാണ്. അതിനെ തുടർന്ന് എം പി രാജേഷ് പിന്നീട് എക്സൈസ് മന്ത്രിയെ വരുന്നു. ആ സമയത്ത് അബ്കാരി ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തിക്കൊണ്ട് ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്താം എന്ന ഒരു പ്രൊവിഷൻ കൂടി എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവരും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവര് ഇതിനുള്ള ഒരു നികുതി നിശ്ചയിക്കുന്നു. എത്ര നികുതി ആയിരിക്കണം? കാരണം അറിയാലോ, കേരളത്തില് ഈ വിദേശ മദ്യങ്ങൾക്ക് 251% നികുതി. ഏതാണ്ട് ഇതിന്റെ ആൽക്കഹോളിക് കണ്ടന്റ് എന്ന് പറയുന്നത് 40%. 40% ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള വിദേശ മദ്യങ്ങൾക്ക് 251% നികുതി. ബിയറിന് 116%, വൈനിന് 86%, അങ്ങനെയൊക്കെയാണ് മറ്റ് കാറ്റഗറിക്കുള്ള നികുതി കേട്ടോ. അപ്പോൾ ഈ വീര്യം, അതായത് 40% വീര്യമുള്ളതിനാണ് 251%. ഇതിന്റെ വീര്യം എന്ന് പറഞ്ഞാൽ 20% വരെയാണ്. അതായത് 0.5% മുതൽ 20% വരെയാണ് ഈ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ ഈ ആൽക്കഹോളിക് കണ്ടന്റ് എന്ന് പറയുന്നത്. ആ ഒരു വിഭാഗത്തിന് കേരളത്തിൽ വിൽക്കാം. പക്ഷെ അതിന് എത്ര നികുതി ഏർപ്പെടുത്തണം എന്നത് സംബന്ധിച്ച് ഒരു സമവായത്തിലെത്താൻ ഇടതുപക്ഷത്തിന് സാധിച്ചില്ല. അപ്പോഴേക്ക് ഇലക്ഷൻ വന്നു, അറിയാലോ, പുതിയ മന്ത്രിസഭ വരുന്നു. വി ഡി സതീശൻ ബഡ്ജറ്റ് അവതരണത്തിന് മുന്നോടിയായി ഇങ്ങനെ ഒരു എന്താ പറയുക, ഈ
പുതിയൊരു കാറ്റഗറി മദ്യത്തിന് കൂടി കേരളത്തിൽ സാധ്യതയുണ്ടെന്നല്ല, അതിനുള്ള അത് നേരത്തെ തന്നെ അംഗീകരിച്ചതാണ് അങ്ങനെ ഒരു മദ്യം, വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളത്. പക്ഷെ അതിന് നികുതി നിശ്ചയിക്കാതെ കിടക്കുന്നു. വി ഡി സതീശൻ എന്താ ചെയ്തത്? അതിനൊരു നികുതി ഫിക്സ് ചെയ്തു. ഈ നികുതി ഫിക്സ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായി അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ ഈടാക്കുന്ന നികുതിയേക്കാൾ കൂടിയ നികുതി, അതായത് 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഒരു കാറ്റഗറിക്ക് 120% നികുതി, 10% മുതൽ 20% വരെ വീര്യമുള്ളതിന് 175% നികുതി, ഇങ്ങനെ ഒരു നികുതി സ്കീം ഈ ബഡ്ജറ്റിൽ വി ഡി സതീശൻ പ്രഖ്യാപിച്ചു. അതോടുകൂടിയായിരുന്നു ഇവിടെ വൻ കലാപം. ഇവിടെ മദ്യം ഒഴുക്കാൻ പോകുന്നു, കുട്ടികളെയും സ്ത്രീകളെയും യുവാക്കളെയും ഒക്കെ മദ്യത്തിലേക്ക് ആകൃഷ്ടരാകുന്നു, മദ്യപ്പുഴയൊഴുക്കാൻ പോകുന്നു, മറ്റൊന്ന് ഖജനാവിന് വൻ നഷ്ടമുണ്ടാക്കുന്നു, നികുതി കുറച്ചു കൊടുത്തു. നികുതി കുറയ്ക്കാൻ എവിടെ നികുതി കുറയ്ക്കാൻ? ഒരു നികുതി ഫിക്സ് ചെയ്തെങ്കിലല്ലേ ഇത് നികുതി കുറയ്ക്കുള്ളൂ. അങ്ങനെ ആരും ഫിക്സ് ചെയ്തിരുന്നില്ല. വി ഡി സതീശനാണ് ആദ്യമായി അതിനൊരു നികുതി ഫിക്സ് ചെയ്തത്. ഇതൊക്കെയായിരുന്നു ഞാൻ അതിനെ ദീർഘിപ്പിക്കുന്നില്ല. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ഒരു ആഴ്ചയായി കേരളത്തിൽ നടന്നുകൊണ്ടിരുന്ന ഏറ്റവും വലിയ വിവാദങ്ങൾ. ഇതിനൊക്കെ തടയിട്ടുകൊണ്ട് വളരെ കൃത്യമായ മറുപടി കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ ആ ബഡ്ജറ്റ് ചർച്ചക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനം. നികുതി കുറച്ച് സതീശൻ നികുതി കുറച്ചിട്ടില്ല. സതീശൻ ചെയ്തത് എന്താണ്? അതിന് വളരെ കൃത്യമായ ഒരു നികുതി ഫിക്സ് ചെയ്തു. കഴിഞ്ഞ സർക്കാർ ചെയ്യാത്ത ഒരു നികുതി അവിടെ ഫിക്സ് ചെയ്തു. ഇനി മറ്റൊന്ന്, കേരളത്തിൽ മദ്യപ്പുഴ ഒഴുക്കാൻ പോകുന്നു. ഇത് UDF ഒരു മദ്യനയം കൊണ്ടുവരട്ടെ. UDFന് ഒരു മദ്യനയം കൊണ്ടുവരണം. അങ്ങനെ മദ്യനയം കൊണ്ടുവന്ന ആ മദ്യനയത്തിൽ UDFുമായി ബന്ധപ്പെട്ട് UDFിലെ ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത് കോൺഗ്രസിലെ വിവിധ നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണോ വേണ്ടേ എന്നവർ തീരുമാനിക്കട്ടെ. ശരി, വിൽക്കണമെന്നാണെങ്കിൽ ഇതാ നികുതി ഫിക്സ് ചെയ്തിട്ടുണ്ട്, ആ നികുതിക്ക് വിൽക്കാം. ഇനി അഥവാ UDF പറയാണ് വിൽക്കണ്ട, തീർന്നില്ലേ? പ്രശ്നം തീർന്നു. ഇന്നലെ പ്രശ്നം തീർന്നതാണ്. ആ തീർന്ന പ്രശ്നത്തെ ഇന്ന് വീണ്ടും കത്തിച്ചിരിക്കുകയാണ് VM സുധീരൻ എന്ന് പറയുന്ന കുത്തിത്തിരിപ്പുകാരൻ. ഈ VM സുധീരൻ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ആദർശ നിഷ്ഠനാണ് എന്നൊക്കെയാണ് സാധാരണ ജനങ്ങളൊക്കെ കുറെ ആൾക്കാർ അങ്ങനെ കരുതും. VM സുധീരൻ എന്ന് പറയുന്നത് ആദർശശാലിയാണ്. മണ്ണാങ്കട്ട. എന്താ ആദർശശാലി? ഉമ്മൻചാണ്ടിയെ ഭരണത്തിൽ നിന്ന് നിഷ്കാസിതനാക്കിയത് VM സുധീരനാണ്, അല്ലേ? യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ ആ മന്ത്രിസഭക്ക് തുടർഭരണം കിട്ടേണ്ടതായിരുന്നു. തുടർഭരണം കിട്ടാത്തതിനുള്ള ഏക കാരണം സരിതയുടെ പ്രശ്നമൊന്നുമല്ല കേട്ടോ, അതൊന്നുമല്ല. യഥാർത്ഥത്തിൽ മൂലകാരണം ഈ കുത്തിത്തിരിപ്പുകാരനാണ്, VM സുധീരനാണ്. VM സുധീരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ് VM സുധീരൻ പറഞ്ഞത് മദ്യം പാടില്ല, ഇവിടുത്തെ ബാറുകളുടെ എണ്ണം കുറയ്ക്കണം, ബീവറേജ് ഷോപ്പിന്റെ എണ്ണം കുറയ്ക്കണം. അങ്ങനെ ഇത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഭയങ്കര തർക്കങ്ങൾ ഉണ്ടായി. അവസാനം ഉമ്മൻചാണ്ടി കർക്കശമായ നിലപാടെടുക്കാൻ കാരണം ഇയാളുടെ പിടിവാശി, KPCC പ്രസിഡന്റിന്റെ പിടിവാശി. അങ്ങനെ ഇവര് തമ്മിലുള്ള തർക്കത്തിന്റെ ഒടുവിലാണ് കേരളത്തിലെ ബാറുകളൊക്കെ അടച്ചുപൂട്ടിയത്. 5 സ്റ്റാർ ബാറുകൾ മാത്രം മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അവസാനം വന്നത്. അങ്ങനെയാണ് 29 ബാർ മാത്രമായത്. ചില ജില്ലകളിൽ ബാറേ ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ ഏറ്റവും അപകടകാരികളായ ഈ മയക്കുമരുന്ന് വ്യാപിക്കുന്നത് അതിനുള്ള മൂലകാരണം ഇയാളാണ്, സുധീരനാണ്. സുധീരൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണ് ബാറുകളൊക്കെ അടച്ചുപൊട്ടിയത്. ജനങ്ങൾ സാധാരണ മദ്യപിച്ചിരുന്ന, ലഹരിക്ക് വേണ്ടിയിട്ട് മദ്യത്തെ ആശ്രയിച്ചിരുന്ന സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ യുവാക്കൾ, ഇവർക്കൊന്നും മദ്യം കിട്ടാനില്ല. മദ്യം കിട്ടണമെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ പോകണം. 5 സ്റ്റാർ ഹോട്ടലിൽ കൂടിയ നിരക്കിൽ. ഈ 5 സ്റ്റാർ ഹോട്ടൽ എവിടെയാണുള്ളത്? അത് ഈ സമീപത്തൊന്നുമില്ല. ഒന്ന് മദ്യപിക്കണമെങ്കിൽ ദീർഘയാത്ര ചെയ്തു പോകണം. അവസാനം അവർക്ക് പെട്ടെന്ന് കിട്ടുന്നു, കഞ്ചാവ് കിട്ടുന്നു, MDMA കിട്ടുന്നു, അതിന്റെ പകുതി പൈസക്ക്, ചെറിയ പൈസക്ക്. അതോടുകൂടി കേരളത്തിലെ യുവാക്കളെല്ലാം ഈ മദ്യം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് മാറിയിട്ട് അവര് ഈ മയക്കുമരുന്നിന്റെ പിന്നാലെ പോയി. എന്ന് പറഞ്ഞാൽ കേരളത്തെ മയക്കുമരുന്നിന്റെ ഹബ്ബാക്കി മാറ്റിയത് VM സുധീരൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ കുത്തിത്തിരിപ്പുകാരനാണ്. ഇയാളാണ് ഇന്ന് ഇയാൾ പത്രക്കാരോട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് ഇവിടെ പ്രതിപക്ഷത്തെ, പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെയും അയാളുടെ എല്ലാ ചിങ്കിടി കൂട്ടങ്ങളെയും കൃത്യമായ മറുപടിയിലൂടെ നാവടക്കിപ്പിച്ചു കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ. അവർക്ക് മിണ്ടാൻ പറ്റിയില്ല. ഇപ്പം ഈ
എം പി രാജേഷൊക്കെ ഇന്നും പത്രസമ്മേളനം നടത്തി വെറുതെ പറയാണ്. പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആകെ മറുപടി ഒന്നുമില്ല. കാരണം ആ രീതിയിലായിരുന്നു സതീശൻ പറഞ്ഞത്. ഇവരാണ് മദ്യമൊഴുക്കിയത്, കേരളത്തിൽ മദ്യമൊഴുക്കിയതും ഈ ബക്കാർഡിയുമായി ഉടമ്പടി ഉണ്ടാക്കിയതും ഇങ്ങനെ പുതിയൊരു കാറ്റഗറി സൃഷ്ടിച്ചതും ഒക്കെ LDF ആണ്. ഇവിടെ LDFകാർ മിണ്ടാൻ പറ്റാതിരിക്കുന്ന അവസരത്തിലാണ് വീണ്ടും കോൺഗ്രസിനെ കുത്താൻ, VD സതീശനെ കുത്താൻ ഈ കുത്തിത്തിരിപ്പുകാരൻ ഇപ്പതാ പത്രക്കാരെ കാണുകയാണ്. എന്നിട്ട് പറയാണ്, അല്ല ഇതൊക്കെ ഒന്നും ഇങ്ങനെ ചെയ്താൽ പോരാ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, VD സതീശൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. VD സതീശൻ ആദ്യം തന്നെ കോൺഗ്രസ് പാർട്ടിയുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തണം. അത് കഴിഞ്ഞിട്ട് UDFുമായി ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തണം. എന്നിട്ടൊക്കെ ഇത് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പാടുള്ളൂ. എവിടെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പേ VD സതീശൻ പോയി കണ്ട് കോൺഗ്രസിലെ നേതാക്കന്മാരുമായിട്ടൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് UDF നേതാക്കന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് എന്നിട്ടേ ബഡ്ജറ്റിൽ നികുതി നിർദ്ദേശം പുറപ്പെടുവിക്കാൻ പാടുള്ളൂ എന്ന് പറയാണ്. എന്നാണ് ഈ അലമ്പൻ അല്ലേ? ഇയാളെ കൊണ്ട് കേരളത്തിന് വല്ല നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ഈ VM സുധീരനെ കൊണ്ട്, ഇയാളുടെ ആദർശ ശാലിത്വം കൊണ്ട്? ഇയാളൊക്കെ ജീവിക്കേണ്ടത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിക്കേണ്ട വസ്തുക്കളാണ് ഇതൊക്കെയെന്ന്. അത് മാത്രമല്ല, കരിമണൽ ഖനനം ചെയ്യാൻ പാടില്ല. അതാണ് മൂപ്പരുടെ പുതിയ തിയറി. കരിമണൽ ഖനനം ചെയ്യാൻ പാടില്ല. പിന്നെ പുഴുങ്ങി തിന്നുക വേണ്ടത്. കേരളം രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് കരിമണലിൽ നിന്ന് കൂടുതൽ എന്താ പറയാ, അതിന്റെ ഒരു വാല്യൂ ആഡഡ് വസ്തുക്കളൊക്കെ നിർമ്മിക്കുക എന്നുള്ളത് ആ ഒരു ബൃഹത്തായ പദ്ധതിയാണ് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒക്കെ ഉള്ളത്. അതാണ് കേരളം ഇനി രക്ഷപ്പെടാൻ പോകുന്നത്, ഈ കരിമണലിലൂടെയാണ്. അതാണ് ഈ ദുഷ്ടം വന്ന് കണ്ട് എന്ന് പറഞ്ഞത്. കരിമണൽ തൊടാൻ പറ്റൂല, കരിമണൽ തൊടാൻ പറ്റൂല, മദ്യം പറ്റൂല. ഇവനൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അതല്ല ഇതിന്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ? എനിക്ക് ഈ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ വിഷജീവിയെ പിടിച്ചു മാറ്റിയിട്ടില്ലെങ്കിലേ ഉറപ്പാണ് ഉമ്മൻചാണ്ടി ഭരണം എങ്ങനെയായിരുന്നോ ഉമ്മൻചാണ്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടത്, ഇതേ സ്ഥിതി VD സതീശന് വരും. പക്ഷേ VD സതീശൻ ഉമ്മൻചാണ്ടിയെ പോലെ അങ്ങനെ ഒരു അളകുഴമ്പൻ നയമൊന്നും അല്ല VD സതീശൻ ഉള്ളത് എന്ന് മാത്രമാണ് നമ്മുടെ ഏക ആശ്വാസം കേട്ടോ. കാരണം VD സതീശൻ ഒരു തീരുമാനമെടുത്ത് അറിയാലോ, കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ VD സതീശൻ പറഞ്ഞു, ഇത് പിൻവലിക്കാനൊന്നും പോകുന്നില്ല, ഞാൻ നിശ്ചയിച്ച നികുതി ആ നികുതി തന്നെയാണ്. പിന്നെ UDFന് വേണ്ടെങ്കിൽ UDF തീരുമാനിക്കുകയാണ്, വേണ്ട ഈ വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ വിൽക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഓക്കെ. അതല്ല വിൽക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഇതാ നികുതി സ്ട്രക്ചർ, ഞാനിതാ ഏർപ്പെടുത്തിയ നികുതി സ്ട്രക്ചർ. ഇനിയിപ്പോ ഫിനാൻസ് ബില്ല് വരാൻ പോകുന്നു. ഈ 1-ാം തീയതി ഫിനാൻസ് ബില്ലിൽ ഈ നികുതി നിർദ്ദേശം സ്വാഭാവികമായും ഫിനാൻസ് ബില്ലിൽ വരും. ഫിനാൻസ് ബില്ലിൽ വരും എന്ന് പറഞ്ഞാൽ ഈ വിൽപ്പനക്കുള്ള ഒരു എന്താ പറയാ, ഒരു പച്ചക്കൊടിയാണത്. അതുകൊണ്ട് മാത്രം ബെക്കാഡിക്ക് വിൽപ്പന നടത്താൻ പറ്റില്ല. അതിന് എക്സൈസ് കമ്മീഷണറുടെ അനുവാദമൊക്കെ വേണം. വീണ്ടും കടമ്പകളുണ്ട്. എങ്കിലും കുറേയും കൂടിയും ഈ വിൽപ്പനക്ക് സഹായകമായി മാറാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ VD സതീശന്റെ നിലപാട് ഒന്നുകൂടി ഉറപ്പിക്കത്തക്ക ഒരു രീതിയാണ് ഫിനാൻസ് ബില്ലിൽ 1-ാം തീയതി പുറത്തു വരുന്ന ഫിനാൻസ് ബില്ലിൽ ഈ ഒരു നികുതി നിർദ്ദേശം കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളത്. സ്വാഭാവികം ഞാൻ കേൾക്കുന്നത് മിക്കവാറും ഫിനാൻസ് ബില്ലിൽ ഇത് ഉൾപ്പെടുത്തുമെന്നാണ്. അപ്പോഴാണ് ഈ മാരണം വന്നിട്ട് പത്രക്കാരോട് പറയുന്നത്. അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇപ്പൊ VM സുധീരന് ഇങ്ങനെയൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ VM സുധീരൻ എന്താ ചെയ്യേണ്ടത്? കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന VM സുധീരനാണെങ്കിൽ ചെയ്യേണ്ടത്, VD സതീശനെ കാണാൻ സുധീരന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് VD സതീശൻ സുധീരനെ പോയി കണ്ട അനുഗ്രഹം വാങ്ങിയ ആളാണ്. മാത്രമല്ലെന്ന് ഹൈക്കമാൻഡ് ഈ സുധീരനൊക്കെ എന്തൊക്കെയാണെങ്കിലും മുതിർന്ന നേതാവല്ലേ, ആദർശ ധീരനല്ലേ, ഇതൊക്കെ സുധീരനുമായിട്ടൊക്കെ ചർച്ച ചെയ്യാറുണ്ട് ഇവര്. അപ്പൊ ഈ VD സതീശനും സുധീരനും തമ്മിൽ എന്താ പറയാ, ഇവര് തമ്മിൽ വലിയ വിരോധമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ VM സുധീരന് ഈ നിലപാടിനോട് അതൃപ്തി ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിവിടെ ഭരണം നടത്തുന്നത് VM സുധീരന്റെ നിലപാടനുസരിച്ചല്ലല്ലോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ ഈ UDF സർക്കാർ അല്ലെങ്കിൽ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ഭരണം നടത്തേണ്ടത് സുധീരന്റെ അഭിപ്രായം അനുസരിച്ചല്ലല്ലോ. സുധീരന്റേതായ ഒരു അഭിപ്രായം ഉണ്ടാവും. ഈ അഭിപ്രായം സുധീരന് പറയാം. എങ്ങനെ പറയാം? അത് നേരിട്ട് സതീശനോട് പറയാലോ. അങ്ങനെ ഒരു സ്പേസ് വിടില്ലേ? ശരി, എന്റെ അഭിപ്രായം ഇതാണ് എന്ന് സതീശനോട് പറയാം. അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ചെന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ടോ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചിട്ടോ സുധീരന് പറയാവുന്നതേ ഉള്ളൂ. അവര് തമ്മിൽ ചർച്ച ആയിക്കോട്ടെ. അതിന് പകരം ഈ ദുഷ്ടൻ ചെയ്യുന്നത് ഇത് പത്രക്കാരോട് പറയാണ്. ഇപ്പോഴത്തെ പത്രക്കാരെന്ന് പറയാല്ലേ എങ്ങനെയാണ് ഇത് കത്തിക്കാൻ,
ഈ വിവാദം ഒന്ന് ഇന്നലെ വി ഡി സതീശൻ തണുപ്പിച്ചതാണ്, ഇന്നലെ വി ഡി സതീശൻ കെടുത്തി കളഞ്ഞതാണ് അല്ലേ? പത്രക്കാരുണ്ടാക്കിയ പത്രക്കാർ ഊതി പെരുപ്പിച്ച, ഊതി കത്തിച്ച ഈ വിവാദത്തെ ഇന്നലെ വി ഡി സതീശൻ കൃത്യമായി അദ്ദേഹം എന്ത് ചെയ്തു? അത് കെടുത്തി കളഞ്ഞു. ആ കെടുത്തിയോടത്തുനിന്ന് കണൽ ഊതി പെരുപ്പിച്ചിട്ട് വീണ്ടും തീ പടർത്തുകയാണ് വി എം സുധീരൻ. പത്രക്കാരോട് പറയാണ്, ഇങ്ങനെയൊന്നും ചെയ്താൽ പോരാ, വി ഡി സതീശൻ ചെയ്തത് തെറ്റാണ്. വി ഡി സതീശൻ ചെയ്യേണ്ടത് എന്താണ്? ഇത് ആദ്യം കോൺഗ്രസ് പാർട്ടിയുമായി ചർച്ച ചെയ്യണം, അത് കഴിഞ്ഞിട്ട് UDF-ഉമായി ചർച്ച ചെയ്യണം, എന്നിട്ടേ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പാടുള്ളൂ. പിന്നെ ഈ മദ്യനയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു മദ്യനയം, കോൺഗ്രസിന്റെ മദ്യനയം സുധീരൻ പറഞ്ഞല്ലോ. സുധീരൻ അല്ലല്ലോ കോൺഗ്രസിന്റെ മദ്യനയത്തിന്റെ ഹോൾസെയിൽ വക്താവ്. ഇവിടെ ബാക്കിയുള്ള കോൺഗ്രസ്സുകാരൊക്കെ എന്താ മണ്ണുണ്ണികളാണോ? ഈ സുധീരൻ മാത്രമാണോ ഈ കോൺഗ്രസ്സുകാരൻ? കോൺഗ്രസിന്റെ ഒരു മദ്യനയമുണ്ട്. അതായത് മദ്യ വ്യാപനമല്ല, നിയന്ത്രിക്കണം. ഇങ്ങനെ ഈ വീര്യം കുറഞ്ഞ മദ്യമൊന്നും ഇവിടെ ഒഴുക്കരുത്, മദ്യത്തിന്റെ ഒഴുക്കുണ്ടാവും. ഈ വി എം സുധീരൻ എന്ന് പറഞ്ഞ ആൾ കഴിഞ്ഞ 10 കൊല്ലം ഇവിടെ അല്ലേ? എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, കഴിഞ്ഞ 10 കൊല്ലം ഈ പിണറായി സർക്കാർ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് 29 ബാറിൽ നിന്ന് 29 ബാറാക്കിയത് ഈ സുധീരന്റെ കുത്തിത്തിരിപ്പ് കൊണ്ടാണ്. ആ 29 ബാറിൽ നിന്ന് 905 ബാറാക്കുന്ന സമയത്ത് ബാറിന്റെ സമയം രാവിലെ 11 മണിക്ക് തുടങ്ങി രാത്രി 11 മണിക്ക് അടയ്ക്കാന്നുള്ളതിന് പകരം രാവിലെ 10 മണിക്കേ തുടങ്ങാം, രാത്രി 12 മണി വരെ നീട്ടാം എന്നുള്ള ഒരു തീരുമാനം എടുത്തപ്പോൾ ഇയാൾ ഇവിടെ ഇല്ലേ? ഇനി 5 സ്റ്റാർ ഹോട്ടലിൽ പുലർച്ചെ വരെ മദ്യം വിളമ്പാം എന്നുള്ള തീരുമാനം എടുത്തപ്പോൾ ഈ സുധീരൻ പെട്ടില്ലായിരുന്നോ? ഉണ്ടായിരുന്നു, പക്ഷെ സുധീരൻ മിണ്ടില്ല. ഇടതുപക്ഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്താൽ സുധീരൻ മിണ്ടില്ല. സുധീരൻ കോൺഗ്രസ്സുകാരെ ഭരണത്തിൽ വന്നാൽ സുധീരൻ വരും, എന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കും, എന്നിട്ട് എങ്ങനെയെങ്കിലും ഇതിനെ മറച്ചിടാൻ നോക്കും. ഇതാണ് യഥാർത്ഥം സംഭവിക്കുന്നത്. വി എം സുധീരൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് നല്ല ബലമായ സംശയമുണ്ട്, ഇത് CPM-ന്റെ ചാരനാണ് ഇയാള്. CPM-ന്റെ ചാരനാണ്, ഒറ്റുകാരനാണ്. കോൺഗ്രസിനുള്ളിലെ ഒറ്റുകാരനാണ് സുധീരൻ. ഇയാള് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിനോട് അദമ്യമായ സ്നേഹമുണ്ടെങ്കിൽ ഇയാൾ ചെയ്യേണ്ടത് നേരിട്ട് രഹസ്യമായി സംസാരിക്കുകയല്ലേ, സ്വകാര്യമായി സംസാരിക്കുകയല്ലേ? അതല്ലാതെ ഈ പത്രക്കാരെ ഒക്കെ വിളിച്ചുകൂടി പത്രക്കാരോടാണ് പറയേണ്ടത്. എന്താ ഇയാൾക്ക് വി എം സുധീരന്റെ മുറിയിൽ കയറാൻ ഇയാൾക്ക് എന്തേ അനുവാദം നിഷേധിച്ചിട്ടുണ്ടോ? ഇപ്പൊ സുകുമാരൻ നായർ വരണ്ട എന്ന് പറഞ്ഞ പോലെ സുധീരനോട് സതീശൻ വരണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, എന്നെ കാണണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ KPCC പ്രസിഡന്റ് ഉണ്ടല്ലോ, സണ്ണി വക്കീലിനെ കാണാലോ, സംസാരിക്കാലോ. ഇതൊന്നും ചെയ്യാതെ ഇയാള് പത്രക്കാരോട് പറയാണ്. ആകെ പ്രശ്നം. ഇതപ്പോ വീണ്ടും അതോടുകൂടി കത്തി. ഇത് യഥാർത്ഥത്തിൽ തുടങ്ങിയത് ഇയാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതെന്താണെന്ന് അറിയാൻ പറഞ്ഞുതരാം. ഇതാ 3 ദിവസം മുമ്പ്, അതായത് ആ 21/6/2026 21-ാം തീയതി കേട്ടോ, 21-ാം തീയതി എന്ന് പറയുന്നത് 4 ദിവസം മുമ്പ്. 4 ദിവസം മുമ്പാണ് വി എം സുധീരൻ കുത്തിത്തിരിപ്പ് തുടങ്ങിയത്. അന്ന് ഫേസ്ബുക്ക് വഴിയായിരുന്നു. അതാണ് അന്നും വി എം സുധീരൻ വി ഡി സതീശനെ നേരിട്ട് കണ്ടിട്ടല്ല തന്റെ അഭിപ്രായം പറഞ്ഞത്. അതിന് പകരം മൂപ്പര് ഫേസ്ബുക്കിലാണ് എന്ന് പറയുന്നത് നാട്ടുകാർ മുഴുവൻ അറിയണം, ലോകം മുഴുവൻ അറിയണം. വി എം സുധീരൻ എന്ന് പറയുന്നത് ആദർശശാലിയാണ്. എനിക്കിതിൽ അതൃപ്തിയുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ഇയാൾ എന്താ ചെയ്യേണ്ടത്? അന്ന് തന്നെ യഥാർത്ഥത്തിൽ ഇതാണ് ഹൈക്കമാൻഡ്, കോൺഗ്രസ് ഹൈക്കമാൻഡ് പലപ്പോഴും വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. ഹൈക്കമാൻഡ് പഴയ പോലുള്ള ഹൈക്കമാൻഡിന്റെ കരുത്തില്ല. ഉണ്ടെങ്കിൽ ഈ 21-ാം തീയതി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ സുധീരനെതിരെ നടപടിയെടുക്കേണ്ടതാണ്, സുധീരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതാണ്. അയാൾ എന്നിട്ട് പോസ്റ്റ് ഇങ്ങനെയാണ്: 21/6/2026 പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നൂതനവും ഭാവനാസമ്പന്നവുമായ പല പദ്ധതികളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും ചില ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെക്കുറിച്ച് എനിക്കുള്ള വിയോജിപ്പും എതിർപ്പും അന്നേ ദിവസം തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നല്ലോ. അതിന്റെ തുടർച്ചയാണ് ഇവിടെ കുറിക്കുന്നത്. നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് മുമ്പ് ഫേസ്ബുക്കിൽ നാട്ടുകാർക്ക് അറിഞ്ഞോട്ടെ. എന്നിട്ട് മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനം കേരളത്തിൽ അതിഗുരുതരമായ വിപത്തായ സാഹചര്യത്തിൽ
കേരളത്തെ ഈ മാരക വിപത്തിൽ നിന്നും മുക്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള ശക്തവും ഫലപ്രദവുമായ നയങ്ങളും കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന UDFന്റെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾക്ക് നിരക്കാത്ത ഒരു നിർദ്ദേശവും പ്രത്യക്ഷമായോ പരോക്ഷമായോ ബഡ്ജറ്റിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണല്ലോ. എന്നാൽ ആ വാഗ്ദാനത്തിന് വിരുദ്ധമായി മദ്യവ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിർദ്ദേശം ബജറ്റിൽ വന്നത് തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുടെ അന്തസ്സത്തയ്ക്ക് തന്നെ നിരക്കാത്തതാണ്. സുധീരൻ പറയാണ്, വീര്യം കുറഞ്ഞതെന്ന പേരിൽ നടത്തുന്ന ഏതൊരു മദ്യവ്യാപനവും ആപൽക്കരമാണെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ സുധീരൻ പറയാണ്, വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ പാടില്ല കേട്ടോ. വീര്യം കൂടിയ മദ്യം ആകാൻ മൂപ്പര് പറഞ്ഞു. വീര്യം കൂടിയ മദ്യം ഇവിടെ ഉണ്ടല്ലോ, പിന്നെ വീര്യം കുറഞ്ഞ മദ്യമാണ് അപകടം എന്നാണ് ഈ കൊന്ത പറയുന്നത്. ശരി തന്നെ. അതുകൊണ്ട് UDFന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് നേരെ വിപരീതമായിട്ടുള്ളതും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ ഈ നിർദ്ദേശവുമായി ഒരു കാരണവശാലും മുന്നോട്ട് പോകരുത്. അത് പിൻവലിച്ചേ മതിയാവൂ. ഫേസ്ബുക്ക് പോസ്റ്റ് 21-ാം തീയതി. പിണറായി സർക്കാരിന്റെ ദുർനയത്തിന്റെ ഫലമായി നാടിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന കെടുതികളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിന് ഫലപ്രദമായ ജനപക്ഷ മദ്യനയത്തിന് എത്രയും പെട്ടെന്ന് രൂപം നൽകേണ്ടിയിരിക്കുന്നു. ഇയാളപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 കൊല്ലം പിണറായി ഭരിച്ചപ്പം സുധീരൻ കടന്നുറങ്ങുകയായിരുന്നു, അല്ലേ? ഉറക്കം നടിക്കുകയായിരുന്നു. ഒരു തവണ പോലും പിണറായി വിജയന്റെ മദ്യനയത്തിനെതിരെ ചെറുവിരൽ പോലും അനക്കാത്ത ഈ കപട ആദർശശാലി, അങ്ങനെ തന്നെ പറയാം, കപട ആദർശശാലി ഇപ്പം VD സതീശനെതിരെ കുത്തിത്തിരിപ്പുമായി രംഗത്തിറക്കിയിരിക്കുകയാണ്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക, കേട്ടില്ലേ? ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പണിയാണ് ഈ VM സുധീരൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, എത്രയും പെട്ടെന്ന് ഈ വിഷജന്തുവിനെ നിങ്ങൾ തൂക്കി പിടിച്ചെടുത്ത് എറിയണം കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നു, ഇയാൾ ഒറ്റുകാരനാണ്. VD സതീശന്റെ ഈ മന്ത്രിസഭയെ നിലം പതിപ്പിക്കാൻ വേണ്ടിയിട്ട് CPM ന്റെ ചാരനാണ് ഇയാള്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.